എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ 1-2 ക്ലാസ്സായി നമ്മുടെ 4th ചാപ്റ്ററായ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ് വിശദമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡിഷൻ ഓഫ് വെക്ടേഴ്സ് ആയിരുന്നു പ്രധാനമായിട്ടും കണ്ടത്. അതിന് നമ്മൾ 2 മെത്തേഡ്സ് ഡിസ്കസ് ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത മെത്തേഡ് ട്രയാങ്കിൾ മെത്തേഡാണ്. ട്രയാങ്കിൾ മെത്തേഡിൽ ഇതുപോലെ 2 വെക്ടേഴ്സിനെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ വെക്ടറിൻ്റെ ഹെഡിലേക്ക് നമ്മൾ രണ്ടാമത്തെ വെക്ടറിൻ്റെ ടെയിൽ പ്ലേസ് ചെയ്യും. എന്നിട്ട് ഇതുപോലെ ആദ്യത്തെ വെക്ടറിൻ്റെ ടെയിലിൽ നിന്നും രണ്ടാമത്തെ വെക്ടറിൻ്റെ ഹെഡിലേക്ക് നമ്മളൊരു വെക്ടർ വരയ്ക്കും. ഈ വെക്ടറായിരിക്കും ആദ്യത്തെ 2 വെക്ടേഴ്സിൻ്റെയും കൂടി സം. ട്രയാങ്കിൾ മെത്തേഡിന് ശേഷം നമ്മൾ പാരലലോഗ്രാം മെത്തേഡ് ഡിസ്കസ് ചെയ്തു അല്ലേ. പാരലോഗ്രാം മെത്തേഡിൽ ഇതുപോലെ ഒരു കോമൺ പോയിന്റിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന 2 വെക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഈ 2 വെക്ടേഴ്സിനെ കൂടാതെ നമ്മൾ 2 സൈഡുകൾ കൂടി വരച്ചുകൊണ്ട് ഇതുപോലെ ഒരു പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. ഈ വെക്ടേഴ്സിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നിന്നും നമ്മൾ ഈ പാരലലോഗ്രാമിന് ഒരു ഡയഗണൽ വരച്ചു. ഈ ഡയഗണലാണ് ആദ്യത്തെ 2 വെക്ടേഴ്സിൻ്റെയും കൂടി സം. ഈ 2 മെത്തേഡ്സാണ് വെക്ടേഴ്സിനെ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് കൂടി കണ്ടു, ദ കോൺസെപ്റ്റ് ഓഫ് യൂണിറ്റ് വെക്ടേഴ്സ്. എന്തായിരുന്നു യൂണിറ്റ് വെക്ടർ? എ വെക്ടർ ഓഫ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇറ്റ് പോയിൻറ്റ്സ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മൾ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് കണ്ടിരുന്നു. ദർ ആർ 3 ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. ദേ ആർ I, J and K along X, Y and Z axis respectively. യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടിരുന്നു. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് I cap ഈക്വൽസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് J cap ഈക്വൽസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് K cap ഈക്വൽസ് 1. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് വെക്ടേഴ്സിൻ്റെ ഒരു പുതിയ പ്രോസസ്സ് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് റെസല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. എന്താ ഈ റെസല്യൂഷൻ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് യു കൺസിഡർ 2 വെക്ടേഴ്സ്, വെക്ടർ എ ആൻഡ് വെക്ടർ ബി ലൈക്ക് ദിസ്. നിങ്ങൾക്കിപ്പോൾ 2 വെക്ടേഴ്സ് കാണാം. യു സി ബോത്ത് ദ വെക്ടേഴ്സ് ആർ നോൺ സീറോ വെക്ടേഴ്സ്. നോൺ സീറോ വെക്ടേഴ്സ് മീൻസ് ദർ മാഗ്നിറ്റ്യൂഡ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ബോത്ത് ദ വെക്ടേഴ്സ് ആർ കമ്മിങ് ഇൻ ദ സെയിം പ്ലെയിൻ. ഇനി ഇതേ പ്ലെയിനിലുള്ള ഒരു 3rd വെക്ടറാണ് നിങ്ങൾ ഈ കാണുന്ന വെക്ടർ ആർ. ഇപ്പോൾ വെക്ടർ ആറും എയും ബിയുമായിട്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ഈ ആർ എന്ന വെക്ടറിനെ ഞാൻ ഒ പി എന്ന് മാർക്ക് ചെയ്യുന്നു. O is the tail of the vector and P is its head. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ O എന്ന പോയിന്റിൽ നിന്നും A എന്ന വെക്ടറിന് പാരലലായി ഒരു ലൈൻ വരയ്ക്കുന്നു. നിങ്ങൾക്കിപ്പോൾ അത് സ്ക്രീനിൽ കാണാം. ഇതിനോടൊപ്പം ഞാൻ P എന്ന പോയിന്റിൽ നിന്നും B എന്ന വെക്ടറിന് പാരലായി ഒരു ലൈനും കൂടി വരച്ചാൽ ഈ 2 ലൈനും കൂടി Q എന്ന പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ആർ എന്ന വെക്ടർ കൂടാതെ നമുക്ക് 2 വെക്ടേഴ്സ് കൂടി കാണാൻ പറ്റും അല്ലേ. ഒന്ന് ഒ ക്യു എന്ന വെക്ടറാണ്, രണ്ടാമത്തേത് പി ക്യു എന്ന വെക്ടറാണ്. ഈ ഒ ക്യു എന്ന വെക്ടർ വെക്ടർ എക്ക് പാരലലാണ്. പക്ഷേ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് തന്നെ ആയിരിക്കണം ഒ ക്യു എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു ദ വെക്ടർ ഒ ക്യു ഈസ് ലാംഡ എ. എ ഞാൻ അവിടെ എടുത്തത് എ എന്ന വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഈ ഒ ക്യു എന്ന വെക്ടർ വന്നതുകൊണ്ടാണ്. ലാംഡ ഇസ് എ റിയൽ നമ്പർ. ഇതുപോലെ പി ക്യു എന്ന സൈഡിനെയും ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നു ആസ് മ്യൂ ബി. എഗെയിൻ മ്യൂ ഇസ് എ റിയൽ നമ്പർ. ട്രയാങ്കിൾ മെത്തേഡ് ഓഫ് വെക്ടർ അഡിഷൻ ഈ കാണുന്ന ട്രയാങ്കിളിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. യു ക്യാൻ സി വെക്ടർ ആർ ഈക്വൽസ് ലാംഡ വെക്ടർ എ പ്ലസ് മ്യൂ വെക്ടർ ബി. ദാറ്റ് മീൻസ് that vector R is now resolved into 2 components. Those components are lambda A in the direction of A and mu B in the direction of the vector B. ഇങ്ങനെ ഒരു വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒന്നിലധികം വെക്ടേഴ്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് റെസല്യൂഷൻ എന്ന്. സോ ഇവിടെ നമുക്ക് പറയാം ലാംഡ എ ആൻഡ് മ്യൂ ബി are the resolved components of the vector R. You can see that the vector R and its resolved components, all the 3 lie in the same plane. ഇനി
നമുക്കൊരു വെക്ടറിനെ കാർട്ടീഷ്യൻ ആക്സിസിലൂടെ എങ്ങനെ റിസോൾവ് ചെയ്യും എന്ന് നോക്കാം. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ എലോങ് കാർട്ടീഷ്യൻ ആക്സിസ്. ഈ ഫിഗറിൽ നിങ്ങൾ കാണുന്നത് കാർട്ടീഷ്യൻ ആക്സിസ് ആണ്. ആൻഡ് ബോത്ത് ദ ആക്സിസ് ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ് മാർക്ക്ഡ് ആസ് O, ആൻഡ് വി നോ O ഈസ് ദി ഒറിജിൻ. ഈ എക്സ് വൈ പ്ലെയിനിൽ ഞാനൊരു വെക്ടറിനെ ഇമാജിൻ ചെയ്യുന്നു. ആൻഡ് magnitude of that vector is labeled in the figure as A. From the head of the vector A, I am dropping a perpendicular to the x-axis. അപ്പോൾ ഇവിടെ എനിക്ക് ഇങ്ങനെ ഒരു വെക്ടർ കിട്ടും. ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് AX എന്ന് മാർക്ക് ചെയ്യാം. Since that vector is acting along the x direction, I am writing the vector as AX into I. Now, let's draw a perpendicular from the head of the vector A to the y-axis. ഇപ്പോൾ y-axisലും നമുക്കൊരു കോമ്പണൻറ്റ് മാർക്ക് ചെയ്യാം, that is AY. Since it is along the y-axis, let's mark it as AYJ. So AXI and AYJ are the components of the vector A in XY plane. AXI എന്ന വെക്ടറിൻ്റെയും AYJ എന്ന വെക്ടറിൻ്റെയും കൂടി സം ആണ് A എന്ന വെക്ടർ. So we will say A is the resultant of AXI and AYJ, or AXI and AYJ are the resolved components of the vector A in XY plane. മാത്തമാറ്റിക്കലി നമുക്കിതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. വെക്ടർ A ഈക്വൽസ് AXI പ്ലസ് AYJ. നമുക്ക് സിമ്പിൾ ട്രിഗണോമെട്രി യൂസ് ചെയ്തുകൊണ്ട് ഈ AXൻ്റെയും AYയുടെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് പറയുന്ന ഡെറിവേഷൻസ് നിങ്ങളും എന്നോടൊപ്പം ബുക്കിലൊന്ന് ചെയ്തു നോക്കണം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സ് ഞാൻ പറയാം. ആദ്യം നിങ്ങൾ ഇതുപോലൊരു ഫിഗർ വരയ്ക്കുക. A എന്ന വെക്ടർ മാർക്ക് ചെയ്യുക. അതിന് രണ്ട് കോമ്പണൻസ് AXI എന്നും AYJ എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ ഒരു ട്രയാങ്കിൾ കാണാം. In the figure, let's assume theta is the angle between vector A and the x-axis. ആ ട്രയാങ്കിളിൽ നിന്നും നിങ്ങൾ cos തീറ്റയുടെ വാല്യൂ എഴുതി നോക്കൂ. cos തീറ്റ ഈക്വൽസ് adjacent side is AX and the hypotenuse is A. So cos തീറ്റ എന്താ വരിക? cos തീറ്റ ഈക്വൽ ടു AX divided by A, or AX ഈക്വൽസ് A cos തീറ്റ. കിട്ടിയില്ലേ? ഇതേ ട്രയാങ്കിളിൽ നിന്നും സൈൻ തീറ്റയുടെ വാല്യൂ കൂടി എഴുതി നോക്കൂ. സൈൻ തീറ്റ നമുക്കറിയാമല്ലോ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. സോ സൈൻ തീറ്റ ഈക്വൽസ് AY ഡിവൈഡഡ് ബൈ A, ഓർ AY ഈക്വൽസ് A സൈൻ തീറ്റ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു AX ആൻഡ് AY ആർ ദ റിസോൾവ്ഡ് കോമ്പണൻസ് ഓഫ് A ഇൻ XY പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം A cos തീറ്റ ആൻഡ് A സൈൻ തീറ്റ ആർ ദി resolved components of the vector A in XY plane. നമ്മളിപ്പോൾ ചെയ്ത ഈ റെസൊല്യൂഷനെ നമ്മൾ റെക്റ്റാങ്കുലർ റെസൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു പ്രോസസ്സാണ് ഈ റെക്റ്റാങ്കുലർ റെസൊല്യൂഷൻ. അപ്പോൾ ഒരു വെക്ടർ കിട്ടിയാൽ അതിൻ്റെ റിസോൾവ്ഡ് കോമ്പണൻസ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് ഇപ്പോഴേ അറിഞ്ഞു വെക്കണം. നമുക്ക് ഒരു വെക്ടർ കൂടി നോക്കാം. സി, ഇപ്പോൾ നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നത് P എന്നൊരു വെക്ടറാണ്. ഈ P എന്ന വെക്ടറിൻ്റെ റിസോൾവ്ഡ് കോമ്പണൻസ് ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ആ കോമ്പണൻസ് വരയ്ക്കാൻ P എന്ന വെക്ടറിൻ്റെ ഹെഡിൽ നിന്നും X ആക്സിസിലേക്കും Y ആക്സിസിലേക്കും ഓരോ പെർപെൻഡിക്കുലേഴ്സ് വരച്ചാൽ മതി. പക്ഷേ അങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഈ P എന്ന വെക്ടർ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽ ആകത്തക്ക വിധത്തിൽ വേണം വരയ്ക്കാൻ. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഈ പിയുടെ രണ്ട് കോമ്പണൻസ് ഒന്ന് ദേ ഇതുപോലെയും രണ്ടാമത്തേത് വെർട്ടിക്കലായും എനിക്ക് മാർക്ക് ചെയ്യാം. ലെറ്റ്സ് അസ്യൂം ദിസ് ആംഗിൾ ഈസ് തീറ്റ. ഇഫ് ദിസ് ആംഗിൾ ഈസ് തീറ്റ, ദിസ് സൈഡ് വിൽ ബി P cos തീറ്റ ആൻഡ് ദ വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഈസ് P സൈൻ തീറ്റ. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് കോമ്പണൻറ്റുമായാണോ നിങ്ങൾ തീറ്റ എന്ന ആംഗിൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ സൈഡിൽ വരുന്നത് എല്ലായ്പ്പോഴും കോസ് കോമ്പണൻ്റ് ആയിരിക്കും എന്നോർക്കുക. നമുക്കിനി വേറൊരു വെക്ടർ ട്രൈ ചെയ്യാം.
ദാ ക്യൂ എന്നൊരു വെക്ടർ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. വരയ്ക്കൂ, നിങ്ങൾ ഇതിൻ്റെ റിസോൾവ് കോമ്പണൻസ് വരയ്ക്കൂ. രണ്ട് കോമ്പണൻസ്, ഒന്ന് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്, ഒന്ന് വേർട്ടിക്കൽ കോമ്പണൻറ്റ്. ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഇത് ഇങ്ങനെയായിരിക്കും, ആൻഡ് ദിസ് വിൽ ബി ദ വേർട്ടിക്കൽ കോമ്പണൻറ്റ്. ഇഫ് ദിസ് ആംഗിൾ ഈസ് ആൽഫ, ദിസ് കോമ്പണൻറ്റ് ഈസ് ക്യൂ കോസ് ആൽഫ, ആൻഡ് ദിസ് കോമ്പണൻറ്റ് വിൽ ബി ക്യൂ സൈൻ ആൽഫ. വരച്ചില്ലേ? ഇനി ഞാൻ മൂന്നാമതൊരു വെക്ടർ തരാം. ഇത് ഇങ്ങനെയാണ് വെക്ടർ എന്ന് വിചാരിക്കൂ. ഈ വെക്ടറിൻ്റെ രണ്ട് റിസോൾവ് കോമ്പണൻസ് വരയ്ക്കുക. വെക്ടറിനെ നിങ്ങൾ പി എന്ന് മാർക്ക് ചെയ്യൂ. വെക്ടറിനും ഏതെങ്കിലും ഒരു റിസോൾവ് കോമ്പണൻറ്റിനും ഇടയിൽ വരുന്ന ആംഗിളിനെ നിങ്ങൾ തീറ്റ എന്ന് മാർക്ക് ചെയ്യൂ. ഞാൻ ഈ ആംഗിളിനെ തീറ്റ എന്ന് മാർക്ക് ചെയ്യുന്നു. സോ ദിസ് കോമ്പണൻറ്റ് ഈസ് പി കോസ് തീറ്റ ആൻഡ് ദിസ് കോമ്പണൻറ്റ് ഈസ് പി സൈൻ തീറ്റ. ഒരു വെക്ടർ കൂടി. ദിസ് ഈസ് വെക്ടർ പി. കോമ്പണൻസ് വരച്ച് നോക്കൂ. ദിസ് ഈസ് ദ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് and this is the vertical component. Let's assume this angle is theta. So this component is p cos theta and this component is p sin theta. ഇങ്ങനെയാണ് ഒരു വെക്ടറിനെ ഒരു പ്ലെയിനിൽ നമ്മൾ രണ്ട് പെർപെൻഡിക്കുലർ കോമ്പണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുന്നത്. ഈ റിസോൾവ്ഡ് കോമ്പണൻസ് തമ്മിൽ ചില റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പ് അറിയാൻ ഫിഗറിലേക്ക് നോക്കൂ. there is a vector a. Axi and Ayj are the resolved components. The component Axi is making an angle theta with the vector. ആ റൈറ്റ് ട്രയാങ്കിളിൽ നിന്നും tan തീറ്റയുടെ വാല്യൂ നോക്കൂ. tan theta equals Ay by Ax. ഒന്നുകൂടി ആ ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം ഒന്ന് അപ്ലൈ ചെയ്തേ. You will get a square equals ax square plus ay square, or modulus of a equals square root of ax square plus ay square. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട വെക്ടറിന് രണ്ട് കോമ്പണൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു എക്സ് കോമ്പണൻറ്റും ഒരു വൈ കോമ്പണൻറ്റും. അതിൻ്റെ കാരണം ദാറ്റ് വെക്ടർ വാസ് ലൈയിങ് ഇൻ എ പ്ലെയിൻ. ഇനി നമുക്ക് 3 ഡയമെൻഷനലി ഒന്ന് ചിന്തിച്ച് നോക്കിയാലോ. യു കൺസിഡർ എ വെക്ടർ ഇൻ സ്പേസ്. ഇറ്റ് വിൽ ഹാവ് 3 കോമ്പണൻസ് അല്ലേ? എക്സ് കോമ്പണൻ്റ് ഉണ്ടാവും, വൈ കോമ്പണൻ്റ് ഉണ്ടാവും, ഇസഡ് കോമ്പണൻ്റ് ഉണ്ടാവും. സോ ഇൻ ജനറൽ വി ക്യാൻ റെപ്രസെൻറ്റ് എ വെക്ടർ ആസ് വെക്ടർ എ ഈക്വൽസ് എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ ഇസഡ് കെ. ഈ കേസിൽ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? എ ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ ഇസഡ് സ്ക്വയർ. വെക്ടേഴ്സിനെ ഗ്രാഫിക്കലി ആഡ് ചെയ്യാൻ കഴിയുന്ന രണ്ട് മെത്തേഡ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് ഇത് വെക്ടേഴ്സിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നതാണ്. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ കാൽക്കുലേഷൻ കുറച്ച് ബുദ്ധിമുട്ടായി മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായ ഒരു മെത്തേഡ് നമുക്ക് വെക്ടർ അഡീഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ് analytical method of vector addition. So now we are going to add vectors by the analytical method. ഇവിടെ നമ്മൾ ഫിഗേഴ്സ് ഒന്നും വരയ്ക്കുന്നില്ല. പകരം you assume a vector A in xy plane. Imagine a vector in xy plane. That vector will have 2 components, ax and ay. So I can write vector A equals axi plus ayj. Now you assume another vector b in xy plane. Write the general form of the vector b. Remember that vector also is in xy plane. So എങ്ങനെ നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റുക? വെക്ടർ b equals bxi plus byj. Now let's add the vector a with the vector b and let's take the resultant as r. So what we can write? Vector r equals വെക്ടർ എ പ്ലസ് വെക്ടർ ബി. വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും വാല്യൂസ് നമുക്കറിയാം. നമുക്ക് ഈ ഇക്വേഷനിലേക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആർ ഈക്വൽസ് എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് ബി എക്സ് ഐ പ്ലസ് ബി വൈ ജെ. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന രണ്ട് ടേംസും സെയിം ഡയറക്ഷനിലല്ലേ? എക്സ് ഡയറക്ഷനിലാണല്ലോ. ആ രണ്ട് ടേംസിനെയും കൂടി നമുക്കൊന്ന് കമ്പൈൻ ചെയ്തെഴുതാം. സോ ആർ ഈക്വൽസ് എ എക്സ് പ്ലസ് ബി എക്സ് ഇൻറ്റു ഐ.
ഇപ്പോൾ വേറെ രണ്ട് ടേംസ് ബാക്കിയുണ്ട്. ഈ രണ്ട് ടേംസ് കൂടി ഒന്ന് കമ്പൈൻ ചെയ്താലോ? എ വൈ പ്ലസ് ബി വൈ ഇൻറ്റു ജി. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദ റിസൾട്ടൻ്റ് ഓഫ് എ ആൻഡ് ബി. ഈ എയുടെയും ബിയുടെയും കൂടി സമ്മായ ആർ എന്ന വെക്ടറും എക്സ് വൈ പ്ലെയിനിലാണ്. സോ ആർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ആർ എക്സ് ഐ പ്ലസ് ആർ വൈ ജെ. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് ഇക്വേഷൻസ് കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. വാട്ട് ഈസ് ആർ എക്സ്? യു ക്യാൻ സി ആർ എക്സ് ഈക്വൽസ് എ എക്സ് പ്ലസ് ബി എക്സ്. വാട്ട് ഈസ് ആർ വൈ? ആർ വൈ ഈക്വൽസ് എ വൈ പ്ലസ് ബി വൈ. അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കൂ. എക്സ് കോമ്പണൻറ്റ് ഓഫ് ദ റിസൾട്ടൻറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് എക്സ് കോമ്പണൻറ്റ്സ് ഓഫ് ഓൾ ദ വെക്ടേഴ്സ് അല്ലേ? അതുപോലെ ആർ വൈ നോക്കി. ആർ വൈ എന്നത് റിസൾട്ടൻറ്റിൻ്റെ വൈ കോമ്പണൻ്റ് ആണ്. അത് നമുക്ക് ആഡ് ചെയ്യാൻ തന്നിരിക്കുന്ന രണ്ട് വെക്ടേഴ്സിൻ്റെയും വൈ കോമ്പണൻസിൻ്റെ സമ്മാണ്. ഇനി മൂന്നാമത് ഒരു വെക്ടർ കൂടി ഉണ്ടായിരുന്നെങ്കിലോ? ഇതേ ഫോമിൽ നിങ്ങൾക്ക് എഴുതാം. ആർ എക്സ് ഈക്വൽസ് എ എക്സ് പ്ലസ് ബി എക്സ് പ്ലസ് സി എക്സ്. ആർ വൈ ഈക്വൽസ് എ വൈ പ്ലസ് ബി വൈ പ്ലസ് സി വൈ. ഈ വെക്ടറിന് 3 ഡയമെൻഷൻസ് ഉണ്ടായിരുന്നെങ്കിലോ? ഈ ആർ എക്സും ആർ വൈയും കൂടാതെ നമുക്ക് ഒരു കോമ്പണൻറ്റ് കൂടി റിസൾട്ടൻറ്റിന് കിട്ടിയേനെ. ആൻഡ് ദാറ്റ് കോമ്പണൻറ്റ് ഈസ് ആർ ഇസഡ്. ആർ ഇസഡ് ഈസ് ഈക്വൽ ടു എ ഇസഡ് പ്ലസ് ബി ഇസഡ്. ഇങ്ങനെയാണ് വളരെ സിമ്പിളായി നമുക്ക് വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റുക. ഇതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെക്ടേഴ്സിനെ സബ്ട്രാക്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ വെക്ടേഴ്സ് ഇൻ സ്പേസും വെക്ടേഴ്സിൻ്റെ സബ്ട്രാക്ഷനും ഒന്ന് ഡീറ്റെയിൽ ആയി കാണുന്നതിന് വേണ്ടി നമുക്കൊരു ന്യൂമറിക്കൽ ചെയ്ത് നോക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം എഴുതൂ. ഗിവൺ 2 ഡിസ്പ്ലേസ്മെൻറ്റ്സ് വെക്ടർ ഡി ഈക്വൽസ് 6i പ്ലസ് 3j മൈനസ് k മീറ്റർ and vector E equals 4i minus 5j plus 8k meter. Find the magnitude of the vector F equals 2d minus E. നോക്കൂ, ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. You are given 2 vectors. The first vector is vector D equals 6i plus 3j minus k meter. അതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്. You have one more vector, that is vector E equals 4i minus 5j plus 8k meter. We have to calculate 2 times vector D minus E. അല്ലേ? 2 times vector D means ആ D എന്ന വെക്ടറിനെ 2 എന്ന സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കിട്ടുന്ന പ്രോഡക്റ്റിൽ നിന്നും നമുക്ക് E എന്ന വെക്ടർ മൈനസ് ചെയ്യണം. ഇവിടെ ഗ്രാഫിക്കലി നമുക്ക് വെക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്ട്ലി വി ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ F equals 2d minus E. നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 6i പ്ലസ് 3j മൈനസ് k മീറ്റർ മൈനസ് ഓഫ് 4i മൈനസ് 5j പ്ലസ് 8k മീറ്റർ. ആ 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ആ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് എഴുതൂ. സോ യു വിൽ ഗെറ്റ് 12i plus 6j minus 2k minus 4i plus 5j minus 8k meter. കിട്ടിയില്ലേ? എല്ലാവർക്കും ആയില്ലേ അത്? See, what is 12i minus 4i? 8i. Then, what is 6j plus 5j? 11j. Then, അടുത്ത ടൈം എന്താ? minus 2k minus 8k is minus 10k meter. So, this is the vector F in terms of I, j and k. പക്ഷേ ക്വസ്റ്റ്യൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എഫ് എന്ന വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനല്ല, ആ എഫ് എന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വെക്ടർ. ദ ജനറൽ ഫോം ഓഫ് എ വെക്ടർ ഈസ് എ ഈക്വൽസ് എ എക്സ് ഐ പ്ലസ് ayj plus azk, and you know the magnitude a equals root of ax square plus ay square plus az square. See, what is ax? Ax is 8, ay 11,
ആൻഡ് എ ഇസ് -10. ഈ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഫ് എന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ചെയ്തു നോക്കൂ നിങ്ങൾ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ഈക്വൽസ് റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 11 സ്ക്വയർ പ്ലസ് -10 ദ ഹോൾ സ്ക്വയർ അല്ലേ? ചെയ്തു നോക്കൂ. റൂട്ട് ഓഫ് 64 പ്ലസ് 121 പ്ലസ് 100 ഈക്വൽസ് റൂട്ട് ഓഫ് 285 ആൻഡ് ഇറ്റ് ഈസ് 16.8 മീറ്റർ. ഇങ്ങനെയാണ് അനലിറ്റിക്കൽ മെത്തേഡിൽ നമ്മൾ വെക്ടേഴ്സിനെ ആഡ് ചെയ്യുന്നതും മൈനസ് ചെയ്യുന്നതും. നമ്മൾ പഠിച്ച പാരലലോഗ്രാം മെത്തേഡ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വെക്ടേഴ്സിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് എന്നറിയുന്നതിനായി നമുക്ക് രണ്ട് വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എഴുതൂ, നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആക്കി എഴുതൂ അതിനെ. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് and direction of the resultant of two vectors, vector A and vector B, in terms of their magnitudes and angle theta between them. ഫിഗറിൽ ഞാൻ രണ്ട് വെക്ടേഴ്സിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വൺ ഈസ് വെക്ടർ എ ആൻഡ് ദി അതർ വൺ ഈസ് വെക്ടർ ബി. ബോത്ത് ദ വെക്ടേഴ്സ് ആർ ഹാവിംഗ് എ കോമൺ ഒറിജിൻ O. Theta is the angle between vector A and vector B. We have to find out the magnitude of the resultant of these two vectors. അതിനായി let's complete a parallelogram. So A എന്ന വെക്ടറിന് ഈക്വലും പാരലുമായി ഞാൻ ദേ QS എന്ന ഒരു സൈഡ് വരയ്ക്കുന്നു. ഇനി B എന്ന വെക്ടറിന് ഈക്വലും പാരലുമായി ഞാൻ SP എന്ന ഒരു സൈഡും വരയ്ക്കുന്നു. ഇപ്പോൾ ഒരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വെക്ടേഴ്സിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ O ആണ്. ആ O എന്ന പോയിന്റിൽ നിന്നും ഞാൻ ഈ പാരലോഗ്രാമിൻ്റെ ഒരു ഡയഗണൽ വരയ്ക്കുന്നു. ആ OS എന്ന ഡയഗണലാണ് വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും കൂടി സം. ആ സമ്മിനെ ഞാനിവിടെ വെക്ടർ R എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ R എന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ലെറ്റ്സ് എക്സ്റ്റെൻഡ് ദ സൈഡ് OP. ഐ എം ഡ്രോപ്പിംഗ് എ പെർപെൻഡിക്കുലർ ഫ്രം S. You can see that perpendicular meets the extension of the line OP at the point N. നോക്കൂ, ഈ SN എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് ക്ലിയർ ആയി അറിയാം ആംഗിൾ N ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി ഫിഗറിലേക്ക് നോക്കൂ, എന്താ ഈ ആംഗിൾ SPN? SPN എന്ന ആംഗിൾ തീറ്റ തന്നെയായിരിക്കും അല്ലേ? കാരണം എന്താ? SP ഈസ് പാരലൽ ടു OQ. ഈ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷനോട് കൂടി നമുക്ക് ആറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുവേണ്ടി യു കൺസിഡർ ദ ട്രയാങ്കിൾ OSN. ആ ട്രയാങ്കിളിലേക്ക് പൈതഗോറസ് തിയറം ഒന്ന് അപ്ലൈ ചെയ്തേ നിങ്ങൾ. എന്താ കിട്ടുന്നത് നോക്കി. OS സ്ക്വയർ ഈക്വൽസ് ON സ്ക്വയർ പ്ലസ് SN സ്ക്വയർ അല്ലേ? ഫിഗറിൽ നോക്കൂ, വാട്ട് ഈസ് OS? OS ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട R. ഇനി ആ ON എന്ന സൈഡ് നോക്കൂ. ആ ON എന്ന സൈഡിനെ എനിക്ക് രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് പറയാം OP പ്ലസ് PN. സോ അവർ ഇക്വേഷൻ ബിക്കംസ് R സ്ക്വയർ ഈക്വൽസ് OP പ്ലസ് PN ദ ഹോൾ സ്ക്വയർ പ്ലസ് SN സ്ക്വയർ. യു മാർക്ക് ദാറ്റ് ഇക്വേഷൻ ആസ് 1, ഇക്വേഷൻ നമ്പർ 1. ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത രണ്ട് ടേംസ് ആണ്. ഒന്ന് PN-ഉം രണ്ടാമത്തേത് SN-ഉം. ഫിഗറിൽ നിന്നും നമുക്ക് ഈ PN-ഉം SN-ഉം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ ദാറ്റ് യു കൺസിഡർ ദ റൈറ്റ് ട്രയാങ്കിൾ PNS. ആ PNS എന്ന ട്രയാങ്കിളിൽ നിന്നും വാട്ട് ഈസ് കോസ് തീറ്റ? സി, കോസ് തീറ്റ ഈക്വൽസ് PN ഡിവൈഡഡ് ബൈ PS. പക്ഷേ ഫിഗറിൽ നമുക്ക് കാണാം PS എന്ന സൈഡ് B ആണ്. സോ PN ഈസ് ഈക്വൽ ടു B കോസ് തീറ്റ. ഫ്രം ദ സെയിം ട്രയാങ്കിൾ PNS, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈൻ തീറ്റ? എഴുതി നോക്കി. സൈൻ തീറ്റ ഈക്വൽസ് SN ഡിവൈഡഡ് ബൈ PS or SN ഈക്വൽ ടു PS സൈൻ തീറ്റ. സിൻസ് PS ഈക്വൽസ് B, we can write SN ഈക്വൽസ് B സൈൻ തീറ്റ. നോക്കൂ, അപ്പോൾ നമുക്ക് PN-ൻ്റെയും SN-ൻ്റെയും വാല്യൂസ് കിട്ടി. PN എന്ന് പറയുന്നത് B കോസ് തീറ്റയാണ്, SN എന്നത് B സൈൻ തീറ്റയാണ്. ആക്ച്വലി ഞാനിവിടെ ചെയ്തത് B എന്ന വെക്ടറിൻ്റെ XY പ്ലെയിനിലെ രണ്ട് റിസോൾവ്ഡ് കോമ്പണൻസ് എടുക്കുകയാണ്.
ഈ കിട്ടിയ വാല്യൂസിനെ നമുക്ക് ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്ത് കിട്ടുമെന്ന് നോക്കൂ. ആർ സ്ക്വയർ ഈക്വൽസ് എ പ്ലസ് ബി കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ. നമുക്കതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. എഴുതി നോക്കിയത് നിങ്ങൾ. എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഈ ലാസ്റ്റിൽ കാണുന്ന രണ്ട് ടേംസിൽ നിന്നും നമുക്ക് ഈ ബി സ്ക്വയർ കോമൺ എടുക്കാമല്ലോ. അങ്ങനെ ഒന്ന് കോമൺ എടുത്തെഴുതൂ. സോ ആർ സ്ക്വയർ ഈക്വൽസ് എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ആൻഡ് യു നോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ വാട്ട് ഈസ് ആർ സ്ക്വയർ? ആർ സ്ക്വയർ ഈക്വൽസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ, or the resultant r equals root of a square plus b square plus 2ab cos theta. So this is the expression for the magnitude of the resultant of two vectors a and b acting at an angle theta, and this relation is called law of cosines. ഇനി നമുക്ക് ഈ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ കൂടി സ്പെസിഫൈ ചെയ്യണം. ആ ഡയറക്ഷൻ പറയുന്നതിന് വേണ്ടിയിട്ട് ഈ ഫിഗറിൽ you can see the resultant is making some angle with the vector A. That angle is marked as alpha in the figure. വീണ്ടും നിങ്ങൾ OSN എന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്നും ടാൻ ആൽഫയുടെ വാല്യൂ എന്ന് എഴുതൂ. ടാൻ ആൽഫ ഈക്വൽസ് SN ഡിവൈഡഡ് ബൈ ON അല്ലേ? ONനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമല്ലോ. സോ ടാൻ ആൽഫ ഈക്വൽസ് SN ഡിവൈഡഡ് ബൈ OP plus PN. Values substitute ചെയ്യൂ. Tan alpha equals B sin theta divided by A plus B cos theta. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൽഫയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് റിസൾട്ടൻറ്റ് ഈസ് മേക്കിംഗ് ദിസ് മച്ച് ആംഗിൾ ആൽഫ വിത്ത് ദ വെക്റ്റർ എ. ഇങ്ങനെയാണ് പാരലോഗ്രാം ലോ യൂസ് ചെയ്തുകൊണ്ട് രണ്ട് വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഈ അനലിറ്റിക്കൽ മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു ഹോംവർക്ക് ചെയ്യുക. ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. ഗിവൺ ടു വെക്ടേഴ്സ്, വെക്ടർ എ ഈക്വൽസ് -2i പ്ലസ് 3j പ്ലസ് 4k ആൻഡ് വെക്ടർ ബി ഈക്വൽസ് 3i plus j minus k, do the following. First one, find the magnitude of each vector. Second one, write an expression for the vector difference vector A minus vector B. Third question, find the magnitude of the vector difference vector A minus vector B. And check whether this is same as the magnitude of vector B minus vector A. നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ച ഈ പാരലോഗ്രാമിൽ നിന്നും റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായി വളരെ സിമ്പിളായ മറ്റ് റിലേഷൻസും നമുക്ക് ഫോം ചെയ്യിക്കാൻ പറ്റും. ആ റിലേഷൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.